തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് പോലീസുകാരെ തടഞ്ഞുവെച്ച സംഭവത്തിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസ്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ലോകകപ്പ് ഫൈനലിനിടെ തിങ്കളാഴ്ച പുലർച്ചെയാണ് കരിമണ്ണൂർ SIയെയും ഡ്രൈവറെയും നാട്ടുകാർ തടഞ്ഞുവെച്ചത്. ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി എന്നാണ് ജില്ലാ പോലീസ് മേധാവിയുടെ വിശദീകരണം. PS സാഗർ ചേരുന്നു തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, നമുക്കറിയാം ഈ പോലീസുകാർക്ക് ഈ നാട്ടിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് കൂടിയാണ് ഈ സംഭവം. വളരെ വ്യക്തമായിരുന്നു, ചിത്രങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നാട്ടുകാർ കയ്യോടെ ഈ SIയെയും ഡ്രൈവറെയും പിടികൂടുന്നുണ്ട്, വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പി കണ്ടെടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് നേരെ കേസെടുക്കുന്നു. അതൊരു പ്രതികാര നടപടിയാണോ? ഈ വിഷയത്തിൽ നാട്ടുകാരുടെ CPM ഏരിയ സെക്രട്ടറി അടക്കം പ്രതിപട്ടികയിലുണ്ട്. അവരുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? തീർച്ചയായും ടോം, അത്തരത്തിലൊരു പോലീസിന്റെ പ്രതികാര നടപടി എന്ന് വേണം. ഈ നാട്ടുകാർ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെ കേസെടുത്ത പോലീസിന്റെ ആ ഒരു കാര്യത്തിൽ പറയുവാൻ. തീർച്ചയായും ഒരു പ്രതികാര നടപടി എന്ന് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ്, അതായത് തിങ്കളാഴ്ച ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടന്നത്. അന്ന് തന്നെ തൊടുപുഴയ്ക്കടുത്ത് മങ്ങാട്ടുകവലയിലാണ് മങ്ങാട്ടുകവല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പൊതുവേദിയിൽ ഇത് ഫൈനൽ മത്സരം പ്രദർശിപ്പിച്ചിരുന്നു. ഇവിടെയാണ് പോലീസ് എത്തിയത്. ഈ പോലീസ് എത്തിയ സമയത്ത് കരിമണ്ണൂർ പോലീസ് ആണ് സ്ഥലത്തെത്തിയത്. കരിമണ്ണൂർ SI റോയിയും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ് ഇവിടെ എത്തിയത്. ഈ വാഹനത്തിൽ നിന്ന് ഇവർ സഞ്ചരിച്ച ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ആ സമയത്ത് തന്നെ ഒഴിഞ്ഞ മദ്യക്കുപ്പയും പുകയില ഉൽപ്പന്നവും ചീട്ടും കണ്ടെത്തിയിരുന്നു. കരിമണ്ണൂർ SI NS റോയിയാണ് സമയം വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഈ മങ്ങാട്ടുകവലയിൽ ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരം വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിരുന്നു. കളി കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയ SI ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് സംഘാടകരോട് ആവശ്യപ്പെട്ടു. എന്നാൽ കപ്പ് ഉയർത്തിയ ശേഷം പ്രദർശനം നിർത്താമെന്നാണ് ഈ സംഘാടകർ മറുപടി നൽകിയത്. തുടർന്ന് പോലീസും ഈ നാട്ടുകാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. ഈ വാക്കേറ്റ സമയത്താണ് പോലീസ് മദ്യപിച്ചതായി ആരോപിച്ച് DYFI പ്രവർത്തകരും അവിടെ എത്തിയ മറ്റു ആളുകളും കൂടി തൊടുപുഴ പോലീസിനെ വിവരം അറിയിക്കുന്നത്. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി പോലീസ് വാഹനം പരിശോധിച്ചു. ഈ സമയത്താണ് ഒഴിഞ്ഞ മദ്യക്കുപ്പി അടക്കം വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത്. വാഹനത്തിന്റെ, അതായത് പോലീസ് ജീപ്പിന്റെ ഡ്രൈവറും SI റോയിയും മദ്യപിച്ചു എന്നായിരുന്നു ആരോപണം. ഉടൻ തന്നെ സ്ഥലത്ത് വെച്ച് തന്നെ ബ്രത്തറൈസർ ഉപയോഗിച്ചെങ്കിലും SIയും CPOയും മദ്യപിച്ചതായി പോലീസിനെ കണ്ടെത്താനായില്ല. പിന്നീട് ഇവരെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച്, തൊടുപുഴയ്ക്കടുത്ത് തന്നെയുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് ഇരുവരെയും പരിശോധനയ്ക്ക് വിധേയരാക്കി. രക്തസാമ്പിൾ ശേഖരിച്ചു. അതിനുശേഷം നടന്ന പരിശോധനയിലാണ് ജീപ്പിൽ നിന്ന് പുകയില പാക്കറ്റും ചീട്ടും കണ്ടെത്തിയത്. ഇവരുടെ രക്തപരിശോധന കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തില്ല എന്നും പോലീസ് പറയുന്നു. ഈ രക്തസാമ്പിളുകളുടെ വിദഗ്ധ പരിശോധനാ റിപ്പോർട്ട് കിട്ടിയ ശേഷമാവും തുടർ നടപടി എന്നാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിന് ഇത്തരത്തിൽ മദ്യപിച്ചു അല്ലെങ്കിൽ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പി കണ്ടെടുത്തു എന്ന ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ തടഞ്ഞു വെച്ച നാട്ടുകാർക്കെതിരെ 200 പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ അന്യായമായി സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെ ഉള്ളവർക്കാണ് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ പോലീസിന് ഇതൊരു അപമതിപ്പുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്ത് തീർച്ചയായും ഒരുപക്ഷെ പോലീസിന് അങ്ങനെ ന്യായീകരിക്കാമായിരിക്കാം, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയുമായിരിക്കും അവർ മദ്യപിച്ചിട്ടില്ല എന്ന് സംബന്ധിച്ച്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമാണല്ലോ, ആ വാഹനത്തിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നുവെന്നും അവിടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വാഹനത്തിലുണ്ടായിരുന്നുവെന്നും വ്യക്തമായ വിവരമാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ഇതെങ്ങനെയാണ് ആ മദ്യക്കുപ്പി പോലീസ് ജീപ്പിനുള്ളിൽ എത്തിയത്? ഈ സ്ഥലത്തെത്തിയ SI റോയിയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആഘോഷ പരിപാടി, അതായത് ഫൈനലിന് ശേഷം ആ സ്ഥലത്ത് ആഘോഷ പരിപാടി നടത്തണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. എന്നാൽ അത് അനുവദിക്കില്ലെന്ന് റോയി നിലപാടെടുത്തു. ഈ ആഘോഷ പരിപാടികൾക്ക് അനുമതി നിഷേധിച്ചതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് റോയി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരിക്കുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ചീട്ടുകെട്ടുകൾ നേരത്തെ പിടിച്ചെടുത്തതാണ്. മദ്യക്കുപ്പി എങ്ങനെ വാഹനത്തിൽ എത്തിയെന്നും ഈ നിരോധിത പുകയില ഉൽപ്പന്നം വാഹനത്തിൽ എത്തിയത് എങ്ങനെയെന്ന് അറിയില്ലെന്നുമാണ് ഈ പോലീസുകാരും അതോടൊപ്പം തന്നെ റോയിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന
നൽകുന്ന വിശദീകരണം. എന്തായാലും സ്ഥലത്ത് നമുക്ക് കാണുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും ചീട്ടുകെട്ടും അതോടൊപ്പം തന്നെ പുകയില ഉൽപ്പന്നവും പോലീസ് വാഹനത്തിൽ നിന്ന് എടുക്കുന്നതും എല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊടുപുഴ CI ആണ് സ്ഥലത്തെത്തി ഇത്തരത്തിൽ ഈ മദ്യക്കുപ്പി അടക്കം പിടിച്ചെടുത്തത്. ഇതെല്ലാം തന്നെ നേതൃത്വം നൽകിയത് ഈ പ്രദേശത്തുള്ള DYFI അല്ലെങ്കിൽ ഈ പരിപാടി കാണാനെത്തിയ നാട്ടുകാരാണ്. ഇത്തരത്തിൽ പോലീസിനെതിരെ തിരിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇന്ന് 200ഓളം പേർക്കെതിരെ കണ്ടാലറിയാവുന്ന 200ഓളം പേർക്കെതിരെ പോലീസ് ഒരു പ്രതികാര നടപടി എന്ന വണ്ണം കേസ് എടുത്തിരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാനിടെ പോലീസിനെതിരെ ഉണ്ടായ ആരോപണം ഗൗരവമായി തന്നെയാണ് സേന കാണുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും തൊടുപുഴ DYSPയോടും ഇടുക്കി SP അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഈ SIക്കെതിരെയും കോൺസ്റ്റബിളിനെതിരെയും നടപടി ഉണ്ടാവുക. എന്തായാലും പ്രതികാര നടപടി എന്ന് തന്നെയാണ് CPM നേതാക്കൾ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത്. കാരണം പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് തങ്ങൾക്കെതിരെ കേസെടുത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും SIക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ടോം, ഇപ്പോൾ നിലവിൽ വലിയ വിമർശനം ഈ വിഷയത്തിൽ പോലീസിനെതിരെ ഉയരുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ മെഡിക്കൽ പരിശോധനാ ഫലം പുറത്തു വന്ന ശേഷം മാത്രമായിരിക്കുമോ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. രാവിലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ മനസ്സിലായത് ഇക്കാര്യത്തിൽ ഈ രക്തപരിശോധന ഒരു റിപ്പോർട്ട് വരണം. അത് വരണമെങ്കിൽ താമസമുണ്ട്. അതിനുശേഷം മാത്രമുള്ളൂ പോലീസിനെതിരെ നടപടി, അതായത് ഈ SI റോയ്ക്കെതിരെയും കോൺസ്റ്റബിളിനെതിരെയും നടപടി ഉണ്ടാകൂ എന്നാണ്, അല്ലെങ്കിൽ നടപടി എടുക്കണമെന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളിൽ എല്ലാം തന്നെ വ്യക്തമാണ്. ഈ വാഹനത്തിൽ നിന്ന് ഈ മദ്യക്കുപ്പിയും ചീട്ടും പുകയില ഉൽപ്പന്നം എല്ലാം തന്നെ വാഹനത്തിനുള്ളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതും നാട്ടുകാർ കൂടെ നിന്ന് പോലീസുകാർ വാഹനത്തിനകത്ത് ഇരുന്നപ്പോൾ തന്നെയാണ് ഇത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഇത് പിടിച്ചെടുത്തത്. ഇതെല്ലാം തന്നെ വ്യക്തമാണ്. എന്നാലും ഇത്തരത്തിൽ കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ പിടിച്ചു കൊടുത്ത നാട്ടുകാർക്കെതിരെ കേസെടുത്ത ഒരു പോലീസിന്റെ നടപടി വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. CPM നേതാക്കൾ തന്നെ ഈ കാര്യത്തിൽ ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് അവരും തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ സംസ്ഥാനത്ത് നടക്കുമ്പോൾ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നത് ഗുരുതരമായ ഒരു കുറ്റമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു നടപടിയിലേക്ക് പോലീസുകാർക്കെതിരെ നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഈ രക്തപരിശോധന ഫലം വരാത്തതിനെ തുടർന്നാണ് അത്തരം ഒരു നടപടിയിലേക്ക് എന്നാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയില് പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന ആരോപണത്തിൽ പക്ഷേ ഇവിടെ പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. 200 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.